എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ ഈ പറയാൻ വരുന്ന ഒരു വീഡിയോ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴും ഇതുപോലെയുള്ള വിഡ്ഢിത്തരങ്ങൾക്ക് കീഴ്പ്പെട്ട് പോകുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് പുച്ഛം മാത്രമാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഈ തള്ള ഇത് എന്തായിരുന്നുകൊണ്ട് പറയുന്നത്, കുറേ നേരം കൊണ്ട് പറയുന്നല്ലോ വാലും തലയും ഇല്ലാണ്ട് എന്ന്. അപ്പോൾ എന്താണ് കാര്യം എന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് തരാം. അത് കേട്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം. താൻ മഹദി ഇമാമാണ് എന്ന് പറഞ്ഞായിരുന്നു ഇയാൾ ഈ പല ആളുകളെയൊക്കെ സമീപിച്ചത്. ഇതിനുള്ള പ്രചാരണത്തിന് വേണ്ടി ഇയാൾ മിറാക്കിൾ പാത്ത് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. മിറാക്കിൾ പാത്ത് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വഴിയാണ് സജിൽ ഷറഫുദ്ദീനെ യുവതി പരിചയപ്പെട്ടത്. ഇങ്ങനെ ആഭിചാരക്രിയകളൊക്കെ ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞ് ബന്ധം സ്ഥാപിക്കുകയായിരുന്നു. അങ്ങനെയാണ് തനിക്ക് ദിവ്യഗർഭം ധരിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞ് പെൺകുട്ടിയെ വിശ്വസിപ്പിക്കുന്നത്. അങ്ങനെ പെൺകുട്ടി താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇയാൾ കടന്നെത്തിയതിനു ശേഷം കടന്നു പിടിച്ച് ബലാത്സംഗം ചെയ്തു എന്നാണ് ഈ പെൺകുട്ടിയുടെ പരാതിയായിട്ടുള്ളത്. മലപ്പുറം കാളികാവ് സ്വദേശി സജിൽ ഷറഫുദ്ദീനെതിരെയാണ് പരാതി നൽകിയിട്ടുള്ളത്. ഇങ്ങനെ പരാതി നൽകിയ ഉടനെ തന്നെ ഇയാൾ ഒളിവിൽ പോയതിനു ശേഷം തിരുവനന്തപുരത്ത് നിന്നാണ് ഇയാളെ കൊളത്തൂർ പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഇയാളുടെ പാസ്റ്റ് ഹിസ്റ്ററി പരിശോധിക്കുന്ന സമയത്ത് സമാനമായ മറ്റു കേസുകളും ഇയാളുടെ പേരിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ തന്നെ മറ്റൊരു ബന്ധുവിനെയും ഇതേ രീതിയിൽ ഇയാൾ വശീകരിക്കുകയും പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. കൽപ്പകഞ്ചേരി പോലീസാണ് ആ കേസിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇയാളുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്ന സമയത്ത് ഇയാളുടെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട ആളുകളിൽ ബഹുഭൂരിപക്ഷം ആളുകളും യുവതികളാണ് എന്ന കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അനുജ, അപ്പോൾ ഇതാണ് വിഷയം. അതായത് നമ്മുടെ നാട് ഏത് രീതിയിലാണ് പോകുന്നത്. ശരിക്കും കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഭയങ്കര വിദ്യാഭ്യാസ സമ്പന്നരാൽ സന്തുഷ്ടമാണെന്ന് അങ്ങനെയൊക്കെ തന്നെയാണോ? അങ്ങനെയൊക്കെ തന്നെയാണ് കുറേ പേര് പറയുന്നത്. പക്ഷെ എന്നിട്ട് എന്താണ്? ഒരുണ്ടേയില്ല. ശരിക്കും ഇന്നത്തെ കാലത്തും ഇത്രയും വിവരവും വിദ്യാഭ്യാസവുമുള്ള ഈ ഒരു കാലഘട്ടത്തിലൂടെ ജനങ്ങൾ സഞ്ചരിക്കുമ്പോഴും ഇതുപോലെയുള്ള മണ്ടശിരോമണികൾ ലോകത്തുണ്ടല്ലോ എന്ന് വിശ്വസിക്കുമ്പോൾ ശരിക്കും പുച്ഛം തോന്നുകയാണ്. ശരിക്കും എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഈ ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് പോലും കുറേയേറെ കാര്യങ്ങൾ സ്കൂളിൽ നിന്ന് പഠിക്കാതെ തന്നെ ജനറലായിട്ട് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഏതൊരു വ്യക്തിക്കും. അപ്പോൾ ഈ കാര്യങ്ങളിൽ പോലും അജ്ഞതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകളെയൊക്കെ എന്തിനു കൊള്ളാം? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ശരിക്കും എന്താണ് മന്ത്രവാദത്തിലൂടെ ആഭിചാരത്തിലൂടെ സന്തതികൾ ജനിക്കുന്നുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റലിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? എത്രയോ ആളുകൾ കുഞ്ഞുങ്ങളില്ലാണ്ട് കിടന്ന് കഷ്ടപ്പെടുന്നവരുണ്ട്. അവർ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് ചികിത്സയും നേർച്ചയും കാഴ്ചയും ഒക്കെ ആയിട്ട് കരഞ്ഞു വിളിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ നേരെ ഇവനെ പോലുള്ള ഒരു ഫ്രോഡിൻ്റെ അടുത്തേക്ക് ചെന്നാൽ പോരെ? അപ്പോൾ ദിവ്യഗർഭം ഉണ്ടാക്കി തരുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ വിശ്വസിക്കാനായിട്ട് ഇത്രയും മന്ദബുദ്ധി ായിട്ടുള്ള സ്ത്രീകളാണല്ലോ ഇന്നത്തെ കാലഘട്ടത്തിലുള്ളതെന്ന് പറയുമ്പോൾ പുച്ഛം തോന്നുന്നു. ശരിക്കും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ത്രീക്ക് നേരിട്ട സംഭവം നമ്മൾ കേട്ടതാണ്. ശരിക്കും ഇത് കേട്ടിട്ട് എനിക്ക് ശരിക്കും ഈ ഒരു പെണ്ണുപിള്ളേരുടെ അടുത്ത് ഈ ഒരു സ്ത്രീയുടെ അടുത്ത് ഭയങ്കര പുച്ഛാണ് തോന്നുന്നത്. കാരണം ഈ ഒരു കാലഘട്ടത്തിലും ഇതുപോലെയുള്ള പേക്കൂത്തുകളിൽ ചെന്ന് പെട്ടിട്ട് കയ്യും കാലും ഇട്ട് അടിച്ചിട്ട് കേസും വഴക്കുമായിട്ട് നടക്കുമ്പോൾ നിങ്ങളെയൊക്കെ എന്തിനു കൊള്ളാമെന്ന് ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കേസ് കൊടുക്കേണ്ടെന്നല്ല പറയുന്നത്. തെറ്റ് ചെയ്യുന്ന ആളുകൾക്കെതിരെ നമ്മൾ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ ഒരു തെറ്റുമില്ല. അയാളത് അർഹിക്കുന്നുമുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾക്കിത് എന്തിൻ്റെ കുത്തിക്കഴപ്പായിരുന്നു? നിങ്ങൾ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്? അതെന്താണ് ഈ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്, മേലോട്ട് നോക്കി കൈവച്ച് ഇങ്ങനെ ആവാഹിച്ചെടുക്കുമ്പോൾ കയ്യിൽ ഭസ്മം വരുന്നു. ആ ഭസ്മം ഇങ്ങനെ വരുന്ന ഭക്തർക്ക് കയ്യിൽ വച്ചു കൊടുക്കുന്നു. ഇത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നൊരു സംഭവം കേട്ടോ. പക്ഷേ അതുപോലെ എളുപ്പമാണോ ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കാനായിട്ട്? ആഭിചാരത്തിലൂടെ അല്ലെങ്കിൽ എന്താ പറയുക, ആഭിചാരത്തിലൂടെ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇതൊക്കെ വിശ്വസിച്ച് ഇതിനൊക്കെ കൂട്ടുനിന്ന് അങ്ങോട്ടേക്ക് പോകാനായിട്ട് നിനക്കൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നീ അനുഭവിച്ചോ. അതേ എനിക്ക് പറയാനുള്ളൂ. ഈ പെണ്ണുങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്. ഇന്നത്തെ കാലത്തും ഒരു കാലഘട്ടത്തിലും ഒരു മനുഷ്യനും വിശ്വസിക്കാത്ത കാര്യമാണ് ആഭിചാരത്തിലൂടെ കുഞ്ഞുങ്ങൾ ജനിക്കുക. അപ്പോൾ അങ്ങനെ പോയി അബദ്ധം പറ്റുന്നവരുണ്ടെങ്കിൽ സഹിച്ചു കൊടുക്കാനേ ഞാൻ പറയത്തുള്ളൂ. കാരണം അത്രയും വിഡ്ഢി ആകാൻ പാടില്ല മനുഷ്യർ.
നേരെ മറിച്ച് 1, 2, 3, 10 വയസ്സുള്ള കുട്ടിയല്ലല്ലോ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ കേട്ടിട്ട് ഇങ്ങനെ പോകാനായിട്ട്. അങ്ങനെ പോയിട്ട് അയ്യോ എന്നെ സിദ്ധൻ പീഡിപ്പിച്ച്, അയ്യോ എന്നെ പീഡിപ്പിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ട്? അതിനുള്ള അവസരം നീക്ക തന്നെയല്ലേ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ശരിക്കും നിങ്ങൾക്കൊരു കുഞ്ഞ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനോടാണ് പറയേണ്ടത്. എന്നിട്ട് ഇത് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കാണുക. അങ്ങനെ വേണം മുന്നോട്ട് പോകാനായിട്ട്. അല്ലാണ്ട് ഒരു സിദ്ധൻ്റെ അടുത്ത് ചെന്നിട്ട് ദിവ്യഗർഭത്തിന് വേണ്ടിയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ സിദ്ധൻ പീഡിപ്പിച്ചിട്ട് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നീട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സിദ്ധൻ ആള് പൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ പുള്ളിക്കാരന് ഒരു യൂട്യൂബ് ചാനലും കോപ്പമൊക്കെ ഉണ്ട്. അപ്പോൾ അയാളുടെ ചാനലിൻ്റെ പേരെന്ന് വെച്ചാൽ മിറാക്കിൾ പാത്ത് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഉടമയാണ് ഇയാളുടെ ഒരു ഇതെന്ന് വെച്ചാൽ എന്താണ്, ഈ ആഭിചാരം മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞിട്ട് പെണ്ണുങ്ങളെയൊക്കെ വരുമ്പോഴത്തേക്ക് ആ ഒരു പെണ്ണുങ്ങളുടെ അടുത്തൊക്കെ ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികളില്ല, വളരെ സങ്കടത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യും, ഈ കുട്ടികളില്ലാത്തവർക്കൊക്കെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്കൊരുപാട് അത്ഭുത സിദ്ധികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ റെഡിയാവും എന്നൊക്കെ പറയും. എന്നിട്ട് അപ്പോൾ ഈ പെണ്ണുങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്ന് അറിയാമോ, അത്ഭുത സിദ്ധിയിലൂടെ കുഞ്ഞുങ്ങൾ കൊടുക്കും എന്നാണ്. അങ്ങനെ പുള്ളിക്കാരനെ സമീപിക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ സിദ്ധിയിലൂടെ പുള്ളിക്കാരൻ ഇത് കണക്ക് ശ്രമിക്കും. അപ്പോൾ പുള്ളിക്കാരന് ഇപ്പോൾ ലാസ്റ്റ് ശ്രമിച്ചപ്പോഴാവണം പുള്ളിക്കാരൻ പിടിയിലായത്. അപ്പോൾ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലാവും എന്നല്ലേ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഫലമാണ് ഇപ്പോൾ അയാൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള, ഞാൻ ശരിക്കും അയാൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. ശരിക്കും നല്ല ഒന്നാന്തരം കാന്താരി മുളക് അരച്ച് പൊത്തേണ്ട ഒരു കേസ് തന്നെയാണ് അയാൾ ചെയ്തത്, അല്ലെന്നല്ല. പക്ഷേ ഇങ്ങനെ അന്ധവിശ്വാസത്തിൻ്റെ പുറകിലെ പോകുന്ന ഈ പെണ്ണുങ്ങൾക്ക് നല്ല ചാട്ടവാറ് കൊണ്ടുള്ള അടി കിട്ടിക്കഴിഞ്ഞാൽ ഇവരൊക്കെ നേരെയാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഇത്തരം കൂത്തുകളുടെ പിന്നാലെ പോകരുത്. നമ്മൾ വിശ്വാസികളാവണം. ഞാൻ നല്ലൊരു വിശ്വാസിയാണ്. പക്ഷേ എന്ന് കരുതി അന്ധവിശ്വാസത്തിൻ്റെ പിന്നാലെ പോയി കയ്യും കാലും ഇട്ട് അടിക്കുന്ന നേരത്തിന് നിന്നോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ പോയി പണി നോക്ക് എന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ. അപ്പോൾ ഇതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഒരുപാട് പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഒരുപാട് ദേഷ്യം വരും. അപ്പോൾ ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വാക്കുകളിലും അതിൻ്റേതായ ഒരു മൂർച്ചയുണ്ടാവും. അപ്പോൾ എന്തായാലും സ്വരം മോശമാകുന്നതിന് മുമ്പ് പാട്ട് നിർത്തുന്നതായിരിക്കുമല്ലോ മാന്യത. അതുകൊണ്ട് തന്നെ ഇവിടെ നിർത്തുകയാണ്. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.